വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ നില അങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റുന്നതല്ല. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ അഭിമുഖീകരിക്കുന്നത് ഒരു തോൽക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ വോട്ടർമാർ വോട്ട് ചെയ്ത് വന്ന സമയത്ത് വോട്ടിങ്ങിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വയനാട് മണ്ഡലത്തിലെ ഇലക്ഷൻ്റെ ഒരു ചരിത്രം, ഈ സമീപകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ രാഹുൽ ഗാന്ധി ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടിനേക്കാളും കുറഞ്ഞ വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്, പോളിങ്ങിൽ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഇതിന് ഇടവന്ന സാഹചര്യം എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഈ പോളിങ്ങിൻ്റെ നില വെച്ചുകൊണ്ട് എന്താണ് ഓരോ സ്ഥലത്തുള്ള യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ CPM ഉം CPM തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അത് CPM ഉം പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. ബിനോയ് വിശ്വവും ആ കാര്യങ്ങൾ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇന്നലെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മാത്രമല്ല, വയനാട്, പാലക്കാട്, ചേലക്കര, ഈ 3 മണ്ഡലങ്ങളെയും, വയനാട് പാർലമെൻറ്റ് മണ്ഡലം, പാലക്കാട് അസംബ്ലി മണ്ഡലം, ചേലക്കര അസംബ്ലി മണ്ഡലം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന ഈ കാര്യത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ സ്വീകരിക്കുക. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ അതൊരു നല്ല സമീപനം അംഗീകരിക്കാറുണ്ട്. ഉണ്ടായിട്ടില്ലല്ലോ വയനാട്. അതെങ്ങനെയാണ് അങ്ങനെ തോന്നുക? വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി തന്നെ ക്യാമ്പയിനിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ മോബിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി അതാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വയനാട് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി. 3 തെരഞ്ഞെടുപ്പ് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൻ്റെയൊക്കെ പ്രത്യേകത വയനാട് മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ എല്ലാ നിലയും രാഷ്ട്രീയമായി ഞങ്ങൾ പരിശോധിച്ച് എവിടെയെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ, എന്താണ് നമുക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്, ഇതിൻ്റെ എല്ലാ വശങ്ങളും വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി പൊതുവെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ചുള്ള പരിശോധന ഈ കാര്യത്തിൽ. വാദങ്ങളൊക്കെ ശരിക്കും UDF-നല്ലേ ഗുണം ചെയ്തത്? ഓരോ ട്രോളി അടക്കം പല ചർച്ചകൾ അവിടെ നടന്നു. അവസാനം അങ്ങനെയൊന്നും ഇലക്ഷൻ കാലത്ത് വിലയിരുത്താൻ കഴിയുന്നില്ല. പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാളും വോട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്താണ് പാലക്കാട് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ. ആ സ്ഥിതിയാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാലും തെരഞ്ഞെടുപ്പിൽ മുന്നേറുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം പാലക്കാട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ ത്രികോണ മത്സരം എന്നുള്ള നിലയിൽ പാലക്കാട് ഉയർന്നു വന്നിരുന്നു. അതെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പാലക്കാടിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടും ഞങ്ങളുടെ ദൗർബല്യം എന്താണെന്നുള്ളത് വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയമായ നിലപാടെടുക്കുന്നതിന് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നും അത്തരമൊരു നിലപാട് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കും. ഒരാൾ പറയും. അനാവശ്യ വിവാദങ്ങൾ വന്നു NN കൃഷ്ണദാസൻ അവിടെ ആ സമയത്ത് പ്രചരണ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു അതിലേക്കല്ല പോകേണ്ടത്. അത്തരമൊരു അനാവശ്യ വിവാദങ്ങൾ അവിടെ വന്നതാണോ? എല്ലാം നമുക്ക് പരിശോധിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഞങ്ങളതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കും. മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ടുള്ള പരിശോധന ഞങ്ങൾ നടത്തും എന്നുള്ളതാണുള്ളത്. ജയിക്കാൻ തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. അല്ല അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി CPM തീരുമാനിച്ചത് സരിനെയാണ്. സരിനന്റെ സ്ഥാനാർത്ഥി തീരുമാനം ശരിയാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. CPI അങ്ങനെ ഒരു അതൃപ്തി വ്യക്തമാക്കിയിട്ടില്ലല്ലോ.
അവർക്ക് അഭിപ്രായം കണ്ടെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊന്നും അത്തരം ഒരു അതിർത്തി അവർ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. അതിൽ CPM ആണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത്. CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ശരിയായിരുന്നു. സരിനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ശരിയായിരുന്നു. സരിനെ ഇനിയും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് വേണ്ടി സാധ്യമായ എല്ലാ നിലയിലും സരിൻ ഉപയോഗിക്കുക, ഒരു കേഡർ എന്നുള്ള നിലയിൽ സരിൻ ഉപയോഗിക്കുക എന്ന സമീപനം തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്.